മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ പോൾ മാത്യു, നമ്മൾ 6 ദിവസങ്ങളായി ഇത് ചർച്ച ചെയ്യുകയാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം മാധ്യമ ശ്രദ്ധ കിട്ടുന്നിടത്ത് മാത്രമാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇതിന് ഒരു വിവാദം എന്നതിനപ്പുറത്തേക്ക് എന്ത് ഇടപെടലാണ് നടത്താൻ കഴിയുക? വലിയൊരു നടുങ്ങലിലാണ് വയനാടുള്ളത്. അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരായ ഞങ്ങളടക്കം നടുങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഒരു ആന വന്ന് ഒരു മനുഷ്യനെ ചവിട്ടി മെതിച്ച് കൊന്നുപോയി. ആ വാർത്ത അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്താണ്, അത്രയും കത്തി നിൽക്കുന്ന സമയത്താണ് ഒരു കടുവ വരികയും അത്രയും ഭീതി പടർത്തുകയും ചെയ്യുന്നത്. എന്ത് ഇടപെടലാണ്, എവിടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ആരാണ്, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം തന്നെ ഞാൻ തുടങ്ങട്ടെ. ആദ്യം തന്നെ നമ്മുടെ അജിയുടെ മോള് അൽനയ്ക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. അൽനയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി അൽനയുടെ വീഡിയോ കണ്ടപ്പോൾ. യഥാർത്ഥത്തിൽ ഇതാണ് മലയോര കർഷകരുടെ രക്തം അൽനയിലൂടെ ഒഴുകുന്നതിന്റെ തെളിവാണ്. ആ കുട്ടി അത്ര ധൈര്യത്തോടുകൂടി ക്യാമറയ്ക്ക് മുമ്പിൽ അച്ഛൻ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്കകം ആ കുട്ടിക്ക് അത് അങ്ങനെ പറയാൻ സാധിച്ചത്. ഞങ്ങളുടെയൊക്കെ പൂർവികർ എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിൽ വന്നപ്പോൾ മലമ്പനിയോടൊക്കെ പൊരുതി ജയിച്ച ഒരു തലമുറയാണ്. വളരെ ധൈര്യശാലികളായ ഒരു മുൻ തലമുറക്കാരുടെ പിൻതലമുറക്കാരാണ് ഞങ്ങളും അൽനമോളും. അപ്പൊ ആ കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. വാസ്തവത്തിൽ ഇത്ര ധൈര്യശാലികളായ മലയോര കർഷകർക്ക് ഈ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒന്ന് ഒരുമ്പിട്ടാൽ ഈ പ്രശ്നം വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതേസമയം നമ്മുടെ ഇവിടെ കാട് നിലനിൽക്കണമെന്നും വനങ്ങൾ നിലനിൽക്കണമെന്നും വന്യജീവികൾ നിലനിൽക്കണം എന്നും ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് ആണ് ഞങ്ങൾ ഇതുവരെ നിയമം കയ്യിലെടുക്കാത്തത്. ഇനി ഞാൻ ഇപ്പോഴത്തെ വിഷയത്തെക്കുറിച്ച് പറയട്ടെ, ആനകളുടെ വിഷയത്തെക്കുറിച്ച് പറയട്ടെ. ഈ ആന എന്ന് പറയുന്നത് സക്ലേഷ്പൂർ, കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് സക്ലേഷ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു വർഷം 45ഓളം ആളുകളെയാണ് അവിടെ ആന ചവിട്ടിക്കൊന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ തിരിച്ച് പ്രതികരിച്ച് ഏതാണ്ട് 20 ആനകളെ അവർ കൊല്ലുകയും ചെയ്തു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് കാപ്പിത്തോട്ടങ്ങളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ആനകൾ സ്ഥിരമായിട്ട് തന്നെ കാപ്പിത്തോട്ടത്തിൽ തമ്പടിക്കുന്ന സ്ഥിതിവിശേഷമാണ് സക്ലേഷ്പൂരിൽ ഉണ്ടായത്. അവിടെ കർണാടക സർക്കാർ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് 27 ആനകളെയാണ് അവിടെ ഏതാണ്ട് 5 വർഷം മുമ്പ് പിടിച്ചു മാറ്റി പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഈ ആനകളെല്ലാം കൂടി തിരിച്ചു വന്നു. അതിനുശേഷം അവിടെ നിന്നാണ്, ആ പരിസരത്ത് നിന്നാണ് ഈ ബേലൂർ മഖ്ന എന്ന് പറയുന്ന ആനയെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മളുടെ പാളിച്ചകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത്രമാത്രം പ്രോബ്ലം ഉണ്ടാക്കി ജനവാസ മേഖലയിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ആനയെ കേരള വനത്തിന്റെ അതിർത്തിയിലോട്ട് വിടുക എന്ന് പറഞ്ഞാൽ ആന നിരന്തരം പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ഈ ആന വനത്തിൽ വിട്ടുകഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ എല്ലാം മാറിക്കഴിയുമ്പോൾ ആന തിരിച്ച് ജനവാസ മേഖലയിൽ വരും, ആന ആളുകളെ കൊല്ലും. അതിന്റെ നേച്ചർ അത് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ആനയെ വെടിവെച്ച് കൊല്ലുക അല്ലാണ്ട് വേറെ മാർഗങ്ങളില്ല. ഇത്രയും ദിവസം പരിശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇട്ടിരിക്കുന്ന ഉത്തരവ് തന്നെ ഒരു വെറും പ്രഹസനമായ ഒരു ഉത്തരവ് തന്നെയാണ്. കാരണം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിൽ പറയുന്നത് ഈ ആനയെ ആദ്യം വനത്തിലേക്ക് തുരത്താൻ ശ്രമിക്കുക. അത് സാധ്യമായില്ല എങ്കിൽ ഈ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റി പരിപാലിച്ച് തിരിച്ച് വനത്തിലേക്ക് തന്നെ വിടുക എന്നാണ് ഈ ഓർഡറിലിട്ടത്. അതായത് ഈ ആനയെ പറ്റിയോ ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റിയോ ഒന്നും പഠിക്കാതെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഈ ആനയെ സംബന്ധിച്ചിടത്തോളം. അതായത് CRPC 133(1)F പ്രകാരം കളക്ടറുടെ അബ്സല്യൂട്ട് റൈറ്റ് അതോറിറ്റിയാണ് പ്രശ്നക്കാരായ ഏത് മൃഗത്തെയും, വളർത്തുമൃഗം മാത്രമല്ല വളർത്തുമൃഗത്തെയോ വന്യമൃഗത്തെയോ കൊല്ലാനുള്ള ഉത്തരവ് ജില്ലാ കളക്ടർക്ക് ഇടാൻ സാധിക്കും. അതിനുള്ള ആർജവം ജില്ലാ കളക്ടർ കാണിക്കുകയും അതിനുള്ള ധൈര്യം സംസ്ഥാന ഭരണകൂടം ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയുമാണ് വേണ്ടത്. അതുപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് 11(1)A പ്രകാരം ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ സാധിക്കും. കൺസർവേഷൻ എന്ന് പറയുന്നത്, ഇത് ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ ആനകൾക്കെതിരാണ് എന്ന് ആരും വിചാരിക്കരുത്. കൺസർവേഷന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ കൺസർവേഷൻ ഒരു സ്പീഷീസ് ലെവലിലാണ്.
ഒരു സ്പീഷീസിനെ കൺസർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ അകപ്പെട്ട പ്രശ്നക്കാരായ ഒന്നോ രണ്ടോ ആനയെ മാറ്റി നിർത്തേണ്ടി വരും. നമ്മളുടെ നാട്ടിൽ തന്നെ എല്ലാ ആനകളും പ്രശ്നക്കാരല്ല. പ്രശ്നക്കാരായ ഏതാനും ആനകളെ, ചില ആനകളെ വെടിവെച്ച് കൊല്ലേണ്ടി വരും, ചില ആനകളെ കൂട്ടിലിടേണ്ടി വരും, ചില ആനകളെ നമ്മൾക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാണ്ട് എല്ലാ ആനകളെയും കൺസർവ് ചെയ്യണം എന്ന് പറയുന്ന ശ്രമം വരുമ്പോൾ ഞാൻ ഈ മുമ്പിൽ പറഞ്ഞതുപോലെയുള്ള രക്തമുള്ള മലയോര കർഷകർ അധികം നാള് പ്രതികരിക്കാതെ ഇരിക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കൺസർവേഷൻ പോസിബിൾ ആണ്? വേൾഡ് വൈഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ തന്നെയാണ് തദ്ദേശീയരായ ജനങ്ങളോട് കൂടി ചേർന്ന് മാത്രമേ നിങ്ങൾക്ക് കൺസർവേഷൻ പോസിബിൾ ആവൂ എന്ന്. നമ്മളിപ്പോ പടനിലയിൽ നോക്കിയപ്പോ അതിലൊരു കടുവ ചാടി. വയനാടിന്റെ വിസ്തൃതിയിൽ ഉൾക്കൊള്ളിക്കുന്നതിന്റെ 5 ഇരട്ടിയിൽ കൂടുതൽ കടുവകൾ നമുക്കിവിടെ ഉണ്ട്. നമ്മളുടെ 2018 വന്ന റിപ്പോർട്ട് അനുസരിച്ച് 154 കടുവകളാണ് വയനാട്ടിലുള്ളത്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 344 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇവിടെ ഉൾക്കൊള്ളിക്കാവുന്ന കടുവകളുടെ പരമാവധി എണ്ണം 30 ആണ്. അതിന്റെ ഒരു 5 ഇരട്ടിയിൽ കൂടുതൽ കടുവകളുണ്ട്. പിന്നെ കടുവ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുമോ? അപ്പോൾ ഇവിടെയുള്ള കടുവകളെ പിടിച്ചു മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അതിന് കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻസ് കൂടിയുണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഒന്നും പാലിക്കപ്പെടാതെ ഇവിടെ നിന്ന് പിടിച്ച കടുവയെ ആദ്യം തന്നെ കടുവ പിടിക്കാൻ ശ്രമം നടത്തുന്നില്ല. കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ പിടിക്കാൻ ശ്രമം നടത്തുന്നില്ല. പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനെ തിരിച്ച് വനത്തിലേക്ക് വിടാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ ജനങ്ങളും വനം വകുപ്പും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് രൂപീകരിക്കുകയും അതുവഴി സ്പീഷീസിന്റെ കൺസർവേഷൻ തന്നെ പോസിബിൾ അല്ലാത്തതുമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ സ്ഥിതിവിശേഷം ഇനി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൗട്ട് സീസൺ ആണ്. 10 വർഷത്തിൽ ഒരിക്കലാണ് സാധാരണ വയനാട്ടിൽ, ഞാൻ വയനാട്ടുകാരനാണ്, ഒരു വറവ് വരുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു കിണറ്റിലൊക്കെ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ, നമ്മുടെ അല്ലമോള് പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഈ വർഷം ധാരാളമായി ജനവാസ മേഖലയിലേക്ക് വരും. ഇത് ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു മഴക്കാലം തുടങ്ങുന്നതുവരെ നിരന്തരമായി വലിയ തോതിലുള്ള വന്യമൃഗ ശല്യമായിരിക്കും വയനാട്ടിലുണ്ടാവുക. അതിനെ നേരിടാൻ അല്പം പോലും ഈ ഭരണകൂടം സജ്ജമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി.